അങ്ങനെ ഞാൻ തുർക്കി എയർപോർട്ടിൽ നിന്ന് ഈ കാണുന്ന അപ്പൂപ്പൻ എന്നെ ബസ്സിൽ തുർക്കി ഇസ്താംബൂളിലെ സിറ്റി സെൻറ്ററിൽ കൊണ്ടാക്കി. ദേ അപ്പൂപ്പൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്. ഇനി അടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും നമ്മുടെ അപ്പൂപ്പ വീണ്ടും ട്രിപ്പുമായിട്ട് എയർപോർട്ടിലേക്ക് പോവുക എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എൻ്റെ ടൂറ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഞാനൊരു ലോക്കൽ ഫുഡ് കണ്ടു. അതായത് ഇവിടെ നിന്നുള്ളൊരു ബ്രെഡൊക്കെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവിടെ നിന്ന് നടന്ന് ഡ്രാം കയറാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഡ്രാമിൽ കയറിയിട്ടാണ് എനിക്ക് ഇനി ബ്ലൂ മോസ്കിലേക്ക് പോകാനുള്ളത്. അപ്പം അതിൻ്റെ സിറ്റിയിൽ കൂടെയുള്ള കുറച്ച് നടക്കാനുണ്ട്. ആ നടത്തെയാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് ഞാനൊരു ജ്യൂസ് കണ്ടു കേട്ടോ. ആ, അനാർ ജ്യൂസ്. ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കാരണം ഞാനൊരു ജ്യൂസ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കടയിൽ ഈ കടയിലല്ല, സ്ട്രീറ്റിൽ ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ആള് കടയിൽ നിന്ന് ജോലി ചെയ്യാണ്. അപ്പോൾ കടയിൽ നിന്ന് ജ്യൂസ് പിഴിയാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ വന്നു എനിക്ക് ജ്യൂസ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളി കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനകത്തൊക്കെ അറിയാന്നുള്ള അറബിയിൽ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ പുള്ളി അതൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ചീത്തയാണ്, നല്ലത് ഒന്ന് എടുത്ത് പിഴിയാനെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല. പുള്ളി അത് തന്നെ പിഴിയാണ്. എൻ്റെ അടുത്ത് പറയണത് അതെല്ലാം ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞിട്ടാണ് പിഴിയുന്നത്. കാണുന്നതിൽ ഏറ്റവും നല്ലതാണ് നിനക്ക് ഞാൻ പിഴിഞ്ഞു തരുന്നതെന്നൊക്കെ പറഞ്ഞു. ഷുഗർ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞ് വാങ്ങുകയാണ്. എന്തായാലും എൻ്റെ ഒറിജിനൽ അനാറിൻ്റെ ടേസ്റ്റ് നോക്കാം. അവിടെ നിന്നൊക്കെയാണല്ലോ അനാറ് നമ്മളെ സൗദി അറേബ്യയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ നല്ല വില കൂടുതലാണ് കേട്ടോ. ഒരു അനാർ ജ്യൂസിന് ചെറിയ കാണുന്ന കപ്പിന് 10 റിയാലൊക്കെയാണ് ഇവിടുത്തെ വില. അതുകൊണ്ട് അനാറത്ര അവിടെ ചീപ്പറൊന്നും അല്ല. അനാർ അവിടെയാണ് ഉണ്ടാക്കുന്നതെന്നെങ്കിലും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും, പക്ഷേ അനാറിന് ജ്യൂസ് ഭയങ്കര വില കൂടുതലാണ്. പുള്ളിക്ക് വീണ്ടും കടയിൽ പോയി കപ്പെടുത്ത് വന്നു. അതിലും എനിക്ക് ജ്യൂസ് റെഡി ആയിട്ട് കിട്ടി. ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വീണ്ടും എൻ്റെ നടത്തം തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. വീണ്ടും ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു വേണം ഞാൻ ഇനി ഇവിടുന്ന് ഡ്രാമിൽ കയറാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രാമാണ് സർവീസ് ചെയ്യുന്നത്, ബസ്സല്ല. ബസ്സിനേക്കാളും ടാക്സിയെക്കാളും കൂടുതൽ ഡ്രാമുകളാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പം ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം ഞാൻ ഡ്രാം ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന റോഡിന് അപ്പുറത്ത് നിന്നാണ് ഡ്രാം വരുന്നത്. ഡ്രാം പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഡ്രാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഡ്രാമാണ്, കാണാൻ നല്ല സൂപ്പറാണ് ഈ ഡ്രാം. ഈ തിരക്കുള്ള സിറ്റിയുടെ നടുവിൽ കൂടി റോഡിൽ കൂടി തന്നെയാണ് ഡ്രാമ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ശരിക്കും കയറുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് തുർക്കി പൈസ ഉണ്ടായിരുന്നു, പക്ഷേ പൈസ അവിടെ എടുത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഡ്രാമിൻ്റെ കാർഡും ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്കതിൽ കയറാവുന്നതാണ്. ഞാൻ ക്രെഡിറ്റ് കാർഡ് സ്കാൻ ചെയ്തു. എന്തായാലും ഡ്രാമിൽ കയറി. ഇനി ഡ്രാമിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാമിൽ കയറി ഞാൻ നേരെ പോകുന്നത് ബ്ലൂ മോസ്കിലേക്കാണ്. ഡ്രാമിൽ നല്ല തിരക്കുണ്ട്. ഞാൻ പോയപ്പോൾ മറ്റേ ഡ്രാമ പോയി കഴിഞ്ഞു കേട്ടോ. എനിക്ക് മുന്നേ നിങ്ങളെ കാണിച്ചു തന്ന ഡ്രാമ പോയി. അടുത്ത ഡ്രാമ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതിൽ പറ ഡ്രാം വരുന്നുണ്ട്. ബസ്സിനേക്കാളും കൂടുതൽ ഡ്രാമുകളാണ് ഇങ്ങനെ വരുന്നത്. ബസ് അല്ല ഈ റോഡിൽ പോകുന്നത്. ബസ്സുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഡ്രാമ വന്നു. അടിപൊളി ഡ്രാമ കേട്ടോ. 2 ബോഗി ഉണ്ട്. ദേ, ഞാൻ എന്തായാലും ഇതിൽ കയറാൻ തീരുമാനിച്ചു. ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, അതിനനുസരിച്ച് ആളുകൾ കയറുന്നുണ്ട്. എന്തായാലും ഞാനും കയറി അതിനകത്തേക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അല്ല, രണ്ടാമതായിട്ടാണ് ഡ്രാമിൽ കയറുന്നത്. പക്ഷെ അന്ന് ഇറ്റലി പോയപ്പോഴത്തേക്ക് ഡ്രാമിൽ കയറി. പക്ഷെ ആ ഡ്രാമ ഒട്ടും കൊള്ളില്ലായിരുന്നു. അത് പഴഞ്ചൻ ഡ്രാമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് പുതിയതാണ്, കുറച്ച് നല്ല നല്ല പുതിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രാമിൽ കയറി യാത്ര ഇവിടെ നിന്ന് തുടരുകയാണ്. ഡ്രാമിൽ നല്ല തിരക്കാണ്, സീറ്റിലൊന്നും ഇരിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഞാൻ നിന്ന് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാനും പറ്റുന്നില്ല. നമ്മൾ മലയാളം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബ് ആകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും ഡ്രാമ യാത്ര ആരംഭിച്ചു. നമ്മൾ
ബ്ലൂ മോസ്കും ഹഗിയ സോഫിയയും ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രയിലാണ്. വെളിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടാറ്റയൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ നമ്മൾ ഡ്രാമിലുള്ള യാത്ര ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സ്ട്രീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്ട്രീറ്റൊക്കെ നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തീർത്തും യൂറോപ്യൻസിനെ പോലെയുണ്ട്. ഇത് തുർക്കി യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെയും യൂറോപ്യൻ യൂണിയനിൽ ഇവരെ എടുത്തിട്ടില്ല. അവർ ട്രൈ ചെയ്യാണ്. എന്തായാലും ഞാൻ ഡ്രാമിൽ നിന്ന് ഇറങ്ങി ഹഗിയ സോഫിയ അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് ഞാൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് ബ്ലൂ മോസ്കിലേക്ക്. ആദ്യം ഞാൻ പോകാൻ തീരുമാനിച്ചത് ബ്ലൂ മോസ്കിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹഗിയ സോഫിയയിലേക്ക് പോവാം. ആദ്യം എന്തായാലും ബ്ലൂ മോസ്കിൽ പോയിട്ട് നമസ്കരിക്കാൻ ഞാൻ ഇന്ന് ജുമാ നമസ്കാരം എൻ്റെ വഴിയിൽ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ളുഹർ നമസ്കരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പോയിട്ട് ളുഹർ നമസ്കരിക്കുക, അതിനോടൊപ്പം അസറും നമസ്കരിക്കുക. ഇവിടെയൊക്കെ ചെറിയ തുർക്കി പൂവാലന്മാര് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവര് പൈപ്പ് വെള്ളത്തിലേക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് ആവശ്യം പോലെ ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഹഗിയ സോഫിയയും ഇത് ബ്ലൂ മോസ്കോ ഒക്കെ കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ തിരക്ക് നല്ല തിരക്കുണ്ട്. ഞാൻ എന്തായാലും ബ്ലൂ മോസ്കിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അകത്തേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉളു എടുത്ത് വന്നു. പള്ളിക്കകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ശരിക്കും എന്തായാലും ഞാൻ അകത്ത് കയറി. നല്ല ഒന്നാന്തരം ചുവപ്പ് പരവതാനി വിതച്ച മസ്ജിദാണ്. അപ്പോൾ അതിന്റെ മേൽക്കൂരയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്യമതസ്ഥർക്കും ലേഡീസിനും എല്ലാം പള്ളിയിൽ കയറാനുള്ള അവകാശമുണ്ട്. അവർ ഈ കാണുന്ന ഭാഗത്താണ് ലേഡീസും അന്യമതസ്ഥരും ഒക്കെ ഇങ്ങനെ ഉള്ളത്. നമുക്ക് മുസ്ലിംസിനെ ഇവിടെ ഈ ഇതിനകത്തേക്ക് കയറി നമസ്കരിക്കാം. ഈ ചുവന്ന പരവതാനിക്കുള്ളിൽ കൂടി നടന്ന് മെമ്പറും കടന്ന് അവിടെ നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമസ്കരിക്കാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ നമസ്കാരം 2 നേരത്തെ നമസ്കാരം മുടങ്ങിയത് കൊണ്ടാണ് ഇവിടെ നമസ്കരിക്കാൻ വിചാരിച്ചത്. അല്ലാതെ അതൊന്നുമല്ല. എന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഒരു നേരം ഇന്നത്തെ നമസ്കരിക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അതിനകത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കയറി വരാൻ ആരും സമ്മതിക്കില്ല. അത് കാരണം ലേഡീസും മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്ത് അവസാനമായിട്ട് ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ മേൽക്കൂരയും അതിന്റെ കൊത്തുപണികളൊക്കെ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങി ഞാൻ നേരെ ഹഗിയ സോഫിയയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹഗിയ സോഫിയ മസ്ജിദ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. ഇല്ല, തിരക്കുള്ളത് കാരണം കുറച്ച് മുട്ടാതെയും മുട്ടാതെയൊക്കെ ഇറങ്ങണമല്ലോ. ഇപ്പം എല്ലാ ആൾക്കാരും നാനാ മതസ്ഥരും ഇവിടെ ഉള്ളത് കാരണം അത് നോക്കി വേണം നമുക്ക് ഇറങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ കയറി വരികയാണ്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ആൾക്കാർ അതിനകത്തും പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇറങ്ങി വരുവാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ എത്തിയത് ഹഗിയ സോഫിയ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഹഗിയ സോഫിയയുടെ മുന്നിലാണുള്ളത്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിലുള്ള ഈ പാർക്കിലാണ് ജനങ്ങൾ കൂടുതലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അവിടെ നല്ല കാലാവസ്ഥ, ഒന്നാമത്തെ കാര്യം അടിപൊളി. അത് കാരണം ജനങ്ങൾ മൊത്തം ഈ പാർക്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് ആഹാരങ്ങൾ കഴിക്കുകയും കുടിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളായിട്ട് വന്നിട്ട് ആൾക്കാർ അവിടെ ഇരുന്ന് കുട്ടികളോട് കളിക്കുകയും അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ മെയിൻ്റനൻസ് വർക്ക് ഹഗിയ സോഫിയയിൽ നടക്കുന്ന കാരണം മറച്ചു വെച്ചിരിക്കുകയാണ്.
ഇവിടെ കൂടുതലും മറച്ചിരിക്കുകയാണ്. കൂടുതലങ്ങ് അടുത്തോട്ട് പോകാനും നമുക്ക് പറ്റില്ല. എന്തായാലും ഞാനും ഹഗിയ സോഫിയയ്ക്ക് അകത്ത് കയറണം എന്നുള്ള മോഹവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുമോ? അതിന് ഇനി വല്ല ടൈമിംഗ് ഉണ്ടോ എന്നറിയില്ല. ഇനി ടൈമിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കയറാൻ സാധ്യത കുറവായിരിക്കും. നമുക്ക് നടന്ന് നോക്കാം. നടന്ന് നോക്കുമ്പോൾ എന്തായാലും അറിയാലോ. കുറേ നടക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നതെങ്കിൽ കുറേ നടക്കാനുണ്ട്. അല്ലാതെ മോസ്കിൽ നിന്ന് ഹഗിയ സോഫിയയിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ. അറൗണ്ട് ഒരു 250, 300 മീറ്ററിനകത്ത് അകത്തേ വരുള്ളൂ. എല്ലാം ഇവിടെ എല്ലാം ഇന്റർലോക്ക് കൊണ്ട് നല്ല വൃത്തിയായിട്ട് പുറം ഭാഗം എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം നടക്കുമ്പോഴത്തേക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെരുപ്പില്ലെങ്കിലും നമുക്ക് നടന്നു പോവാം. കാലാവസ്ഥ തണുപ്പാണ്, ചൂടല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങള് ആവശ്യം പോലെ വന്ന് കിടക്കാണ്. അത് ഇത് എവിടത്തുകാരാണ്, തുർക്കികളാണോ യൂറോപ്യൻസ് ആണോ എന്നൊന്നും മനസ്സിലാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ കളർ തൊലിയാണല്ലോ. അത് കാരണം ഒന്നും മനസ്സിലാവുന്നില്ല എവിടത്തുകാരാണെന്ന്. തുർക്കികളും മുസ്ലിംസ് ആണെങ്കിലും അവര് ഓൾമോസ്റ്റ് യൂറോപ്യൻസിനെ പോലെ തന്നെ അവരും പെരുമാറുന്നതും അവരുടെ ഡ്രസ് കോഡും എല്ലാം. ഈ കാണുന്നതാണ് ഹഗിയ സോഫിയ. നമ്മൾ കുറച്ച് അതിന് അടുത്തേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാലോ, പിന്നെ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ കാണുന്നതാണ് ഹഗിയ സോഫിയയുടെ പൂർണ്ണമായ രൂപം കേട്ടോ. നല്ലതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇനി കൂടുതൽ അടുത്തോട്ട് പോയി കാണിക്കേണ്ട കാര്യമില്ല. കൂടുതൽ അടുത്തോട്ട് പോകുന്നതോറും അതിന്റെ വ്യൂ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ദൂരെ നിൽക്കുമ്പോഴായിരിക്കും നല്ലപോലെ കാണാൻ പറ്റുക. എന്തായാലും ഞാൻ ഹഗിയ സോഫിയ കണ്ടു. ഹഗിയ സോഫിയ കണ്ടിട്ട് അവിടത്തേക്കും ടാറ്റ പറഞ്ഞു. പിന്നെ ഞാൻ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ മാർക്കറ്റിലേക്കാണ് വന്നത്. അപ്പൊ ഇനി ഈ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതിനകത്ത് ഈ വാഹനങ്ങളൊന്നും അനുവദിക്കില്ല കേട്ടോ. നമുക്ക് നടന്ന് അല്ലെങ്കിൽ ചെറിയ സ്കൂട്ടർ പോലത്തുള്ള വാഹനങ്ങൾ അതിലൊക്കെ നമുക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മോട്ടോർ വാഹനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ അലൗഡ് ഇല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും നടന്നാണ് പോകുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. ഇവിടെ എല്ലാം കിട്ടും. അതേ നോക്കി ഇതൊക്കെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവിധ ഫ്ലവറുകളും ഡ്രൈ ഉണ്ട്. ഡ്രൈ ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഇനി ഇവിടെ കിട്ടാത്ത ഒരു സാധനമില്ല. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇലക്ട്രോണിക്സും ക്ലോത്ത്സും പിന്നെ ഓർണമെന്റ്സും എന്ന് വേണ്ട സകല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എങ്ങോട്ട് തിരിഞ്ഞാലും ഗല്ലികളാണ്. ഇതൊരു കുറേ ഗല്ലികൾ ചേർന്നുള്ള ഒരു സാമ്രാജ്യമാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നമ്മള് ഹഗിയ സോഫിയയിലും ബ്ലൂ മസ്ജിദിലും ഒക്കെ പോയതിനേക്കാളും ജനങ്ങൾ ഇവിടെ കിടന്ന് തിക്കിത്തിരിയാണ്. ഓക്കെ, ഇതെല്ലാം ക്ലോത്ത്സും ഞാൻ നിങ്ങളത് പറഞ്ഞില്ലേ, ക്രോക്കറി ഐറ്റംസും ഒക്കെയാണ്. ക്രോക്കറി തന്നെ പല വിധത്തിലും പല ഷേപ്പിലും പല മോഡലും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ക്രോക്കറി ഒന്നും വാങ്ങിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യക്കാർ വന്ന് പാക്ക് ചെയ്തൊക്കെ അയക്കുമായിരിക്കും, കാർഗോയിലും അങ്ങനെയൊക്കെ. എന്നാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ കയ്യിൽ തൂക്കിയോ അല്ലാതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഇവിടെയും ആവശ്യം പോലെ ഇന്ത്യക്കാരെ കണ്ടു കേട്ടോ. ആവശ്യംപോലെ ഇന്ത്യക്കാരെ കണ്ടു. അവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നതാണ്. അതുപോലെ മലയാളികളെയും ഒത്തിരി പേരെ ഞങ്ങളിവിടെ കണ്ടു. അവരെ പരിചയപ്പെടുകയും ചെയ്തു. ഹഗിയ സോഫിയയിൽ പോയ സമയത്ത് അവിടെ കുറേ മലയാളി പയ്യന്മാർ വന്നിരുന്നു. അപ്പൊ അവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. എറണാകുളത്തും മറ്റുമൊക്കെ ഉള്ള. അതല്ല, ഇതെല്ലാം ഗല്ലി ഗല്ലിയാണ്. അതായത് നമ്മൾ ബോംബെയിലോ ഡൽഹിയിലോ പോയാൽ എങ്ങനെയാണ് ഗലികൾ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നത്, അത് കണക്കാണ്. പക്ഷെ അത് കണക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ഗല്ലികൾക്ക് നല്ല വീതിയും വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഗല്ലിയും നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഒരാൾ കയറി കഴിഞ്ഞാൽ മറ്റാളെ തട്ടുന്ന ആ ഒരു ഇതില്ല. എന്നൊക്കെ എനിക്കൊരു തുർക്കിക്കാരൻ ചോക്ലേറ്റ് തന്നു. അപ്പോ സാമ്പിളാണ് കേട്ടോ. വരുന്നവർക്ക് എല്ലാവർക്കും പുള്ളി കൊടുക്കുന്നത്. പുള്ളി ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു നട്ട്സും ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷോപ്പാണ്. അതിനകത്ത് നല്ല തിരക്കുണ്ട്.
ആൾക്കാർ ഇങ്ങനെ കയറി വാങ്ങുന്നുണ്ട്. വരുന്നവർക്കെല്ലാം പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട്. ആരോടും ഒരു വൈരാഗ്യവും ഒന്നുമില്ല. എല്ലാവർക്കും കൊടുക്കാണ്. ഇനി വീണ്ടും ഞാൻ വീട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ പലതും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇനിയിപ്പം തിരക്കി നടക്കുന്നത് എവിടെയാണ് ഇത് നമ്മുടെ ഐസ്ക്രീം കുത്തിത്തോണ്ടി എടുക്കുന്നത് നോക്കാൻ വേണ്ടി. അതിനുള്ള ഒരു നടപ്പാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ എവിടെയോ ഞാൻ കണ്ടിരുന്നു. കണ്ട ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ. അവിടെ പോയാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഐസ്ക്രീം കുത്തി തോണ്ടി എടുക്കുന്നത് അത് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ്. എല്ലാ കടകളിലും മിക്ക കടകളിലും ഈ ഐസ്ക്രീം കുത്തി തോണ്ടി എടുക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ഈ എതിർവശത്ത് കാണുന്ന ഒരു പാർക്കും യൂണിവേഴ്സിറ്റിയും അങ്ങനെയൊക്കെയാണ്. കുറച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, റോഡിൽ നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ നല്ല നടന്ന് പോയി വീക്കെൻഡോ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളൊക്കെ ആഘോഷിക്കും പോലെ ജനങ്ങൾ തിരക്കി തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ആർക്കും പരിഭവവും അങ്ങനെ ഒന്നുമില്ല. എന്നൊക്കെ ശരിക്കും ജനങ്ങളുണ്ട്. അതുപോലെ ആവശ്യം പോലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇലക്ട്രിക് സൈക്കിളുകൾ ഇതൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. ഇവിടെ ഒരു അങ്കിള് നിന്ന് കുത്തി തോണ്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്കിളിന്റെ പ്രകടനം തുർക്കിക്കാരനാണെന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് ഐസ്ക്രീമിന്റെ കോണൊക്കെ വെച്ചിട്ട് നിൽക്കാൻ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഫാമിലി വന്നു. അപ്പോൾ അവർ ഐസ്ക്രീം ഓർഡർ ചെയ്തു. പുള്ളി അതിങ്ങനെ കുത്തിത്തോണ്ടി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രകടനം നോക്കാം. എന്താണ് അവരുടെ പ്രകടനം നോക്കാം. എന്തായാലും ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. അപ്പൊ എനിക്ക് ഐസ്ക്രീം വേണ്ടാത്തതുകൊണ്ടാണ്. നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഇനി കഴിച്ച് ഇവിടെ എവിടെയെങ്കിലും കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് കാരണം പിന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് എന്തായാലും വേണ്ടാന്ന് വെച്ചു. എന്നുണ്ടെങ്കിൽ ചെറിയ പൈസയുള്ള ഐസ്ക്രീം, അത്ര വലിയ പൈസയൊന്നുമില്ല. സൗദി 5 റിയാലോ 4 റിയാലോ ഒക്കെ ഉള്ളൂ ചെറിയൊരു വിലയ്ക്കാണ് ഐസ്ക്രീം കിട്ടുന്നത്. പക്ഷെ പുള്ളി വളരെ ആക്ടിങ് ഒന്നും ചെയ്തില്ല. ഡ്രാമയൊന്നും ഇല്ലാതെ തന്നെ ഐസ്ക്രീം കോരി കൊടുത്തു. ചെറിയ ഡ്രാമകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണമായ ഒരു ഡ്രാമ കൂടുതൽ ആക്ഷൻ ഒന്നും ഇല്ലാതെ പരിപാടി നടത്താണ്. ചെറിയതൊക്കെ ഉണ്ട്. എന്തായാലും അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മച്ചിയുടെ മൂക്കിലും തലയിലും ഒക്കെ തോണ്ടി അമ്മച്ചി കൊടുത്തു. വന്നിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കാതെ ഇത് കൂടുതൽ ആക്ഷൻ വേണോ, ഡ്രാമ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളി നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരോടും വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. വീഡിയോ എടുക്ക്, അത് ഇന്ന പൊസിഷനിൽ നിന്ന് എടുക്കുക എന്നെല്ലാം പുള്ളി പറഞ്ഞു തന്നു. അതനുസരിച്ച് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അവരുടെ ഹസ്ബൻഡും ഞാനും വീഡിയോ എടുക്കായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വഴിയേ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഈ തുർക്കിയിൽ. അതൊരു അടിപൊളിയാണ്. ഞാൻ അവിടെ പോയപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതാണ്. ഈ വേസ്റ്റ് ഇടുന്നതിന് ഒന്നും കാണുന്നില്ല. ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മളെ പൈപ്പ്, അതായത് പബ്ലിക് ടാപ്പുകൾ വെച്ചിട്ടില്ല, ആ ടാപ്പ് പോലെ ഒരു ചെറിയൊരു സംഭവമേ കാണുന്നുള്ളൂ. പക്ഷെ വേസ്റ്റ് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് തട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു 2 കുറ്റി പോലെ കാണുന്നില്ല, അതാണ് വേസ്റ്റ് ഇടുന്ന ഭാഗം. അതുണ്ടായിരുന്നു ചെറിയൊരു ഇതാണ്. പക്ഷെ അതിനകത്ത് ഇത് ആൾക്കാർ വേസ്റ്റ് വീണ്ടും കൊണ്ടിട്ടു അതിങ്ങനെ വേസ്റ്റ് ഇടുകയാണ്. പക്ഷെ അത് ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് അത് എത്രത്തോളം ആഴത്തിലാണെന്നുള്ളത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തീരുമാനിച്ചു. എന്തായാലും വേസ്റ്റ് എടുക്കണമുണ്ടല്ലോ, വലിയൊരു ഡ്രമ്മാണ് അതിനകത്തുള്ളത് കേട്ടോ. അതിന്റെ ഏറ്റവും താഴെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഡ്രം. അത് ഈ ക്രെയിൻ ഘടിപ്പിച്ച ഈ വേസ്റ്റ് എടുക്കുന്ന വണ്ടി വന്നിട്ട് വേസ്റ്റ് എടുക്കുകയാണ്. അത് സെൻട്രൽ തന്നെയാണ്, സിറ്റി സെൻട്രലിലാണ് ഈ പരിപാടി നടക്കുന്നത്. വലിയൊരു ഹെവി വെഹിക്കിൾ വന്ന് കിടപ്പുണ്ട്. അതിന്റെ ഇടയിൽ അവിടെ പുള്ളി അവർ ക്രെയിൻ വെച്ചിട്ട് ആ വേസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഡ്രം നിറച്ചുള്ള വേസ്റ്റ് ആണ്. ഭയങ്കര വലിപ്പത്തില് ആ ഡ്രം നിറച്ചും വേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്രയും വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ആ വലിയൊരു ലോറിക്ക് അകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഈ ഡ്രം വീണ്ടും അവിടെ വെക്കാണ്.
ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യണത് റിമോട്ട് കൺട്രോളിലാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആകെ ഒരു ഡ്രൈവറും ഒരു അസിസ്റ്റന്റ് ആണ്. ഈ ഡ്രൈവറാണ് ഈ നിൽക്കുന്ന ഡ്രൈവറാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് അവരുടെ കൺട്രോളർ, റിമോട്ട് കൺട്രോളർ. പിന്നെ അത് കഴിഞ്ഞ് ഒരു അസിസ്റ്റന്റും ഉണ്ട്. ആ അസിസ്റ്റന്റ് പിന്നെ തറയിലൊക്കെ വീഴുന്നതിന് വൃത്തിയാക്കി മാറ്റുന്നുണ്ട്. നോക്കിയാൽ നല്ലൊരു ഈ കുഴിയാണ്. ഈ കുഴിക്കകത്താണ് ഈ ഡ്രം വെച്ചിട്ടുള്ളത്. ഈ ഡ്രമ്മിലേക്കാണ് ആ വേസ്റ്റ് പോകുന്നത്. ഇത് നല്ലൊരു ആ, പരിപാടിയാണ് കേട്ടോ. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കും മറയാക്കാവുന്ന അല്ലെങ്കിൽ മോഡലാക്കാവുന്ന ഒരു സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ യൂറോപ്പിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കാണുമായിരിക്കും. അവിടെയും ചിലപ്പോൾ ഈ സിസ്റ്റം ഉണ്ടാവും. അതായിരിക്കും ഇവിടെയൊക്കെ അത് കൊണ്ടുവരാൻ കാരണം. എന്തായാലും സൗദി അറേബ്യയിൽ ഈ സിസ്റ്റം ഇല്ല. ഇതാകുമ്പോഴത്തേക്കും വേസ്റ്റ് അങ്ങനെ കിളികളും കാക്കയും ഒന്നും കൊത്തി വലിച്ചു വെളിയിൽ കൊണ്ടുപോകില്ല. ഇത് അവിടെ തന്നെ കിടപ്പുണ്ടാവും. ഈ രണ്ട് ഡ്രമ്മിലെയും വേസ്റ്റ് അവർ എടുത്തുകൊണ്ടാണ്. ആ ഡ്രമ്മ് മേലേക്ക് പൊന്തി വന്നപ്പോൾ ഓട്ടോമാറ്റിക് അത് ലോക്ക് ആയതുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീഴും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആ കുഴിയിലേക്ക് ആരും വീഴാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസ് ആണല്ലോ, ആൾക്കാർ ഇങ്ങനെ നടന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. തിക്കും തിരക്കുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മുടെ ആദ്യ ദിവസം ഇങ്ങനെ ഓൾമോസ്റ്റ് നേരം ഇരുട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. സൗദി അറേബ്യ ടൈം ആണെങ്കിലും സൗദി അറേബ്യയിൽ അതേ സമയത്തിന് ഇവിടെ ഇരുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനിയും സമയം ഉള്ളതുപോലെ തോന്നുന്നു. ഇപ്പോ അറൗണ്ട് 5 മണിയേ ആയിട്ടുള്ളൂ. 5 മണിയേ ആയെങ്കിലും സൂര്യൻ തലയ്ക്ക് മേളിൽ തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരൻ ഡ്രം വീണ്ടും അവിടേക്ക് വെച്ചു. അടിപൊളി പുതിയ വണ്ടിയാട്ടോ. അവിടെ അപ്പ വീഴുന്ന ആ വേസ്റ്റ് അവിടെ വെള്ളം അടക്കം ഒഴിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി തുടച്ച് വൃത്തിയാക്കാനാണ്. ഒരു അവിടെ എങ്ങും ഒരു വേസ്റ്റ് കാണാതെ, ഒരു വേസ്റ്റ് പൊടി പോലും അവിടെ എങ്ങും കണ്ടുപിടിക്കാനില്ല. ആ രീതിയിലാണ് അവർ വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞു. എന്തായാലും ഒരു ക്രെയിനൊക്കെ മടക്കി വണ്ടിക്കകത്തേക്ക് വെക്കാനുള്ള സ്വഭാവമാണ്. ഇത് കണ്ടോ, വണ്ടിക്കകത്ത് തന്നെ ക്രെയിൻ അവര് വെച്ചു. ഡ്രാം ഇങ്ങനെ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ ഡ്രാം പോവാ. ഇവിടെ ബസ്സില്ല കേട്ടോ. ഈ നമ്മള് ബ്ലൂ മസ്ജിദിന്റെ ആ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ബസ്സില്ല. അവിടെ ഈ ഡ്രാം സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവർ രണ്ടുപേരാണ്. അസിസ്റ്റന്റ് ആണ് അതെ വണ്ടിയുടെ ക്രെയിൻ പൊക്കുന്നത്. പുള്ളിയാണ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. മറ്റേ വേസ്റ്റ് എടുക്കുന്ന ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവർ തന്നെയാണ്. എന്തായാലും ആ പരിപാടി അവിടെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളും മാതൃകയാക്കണം, ഷെയർ ചെയ്യണം നിങ്ങൾ നല്ലതുപോലെ. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും വല്ലതും കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഒരു കബാബ്, തുർക്കിഷ് കബാബ് എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്. തുർക്കിഷ് കബാബ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. തുർക്കിഷ് കബാബ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സൈഡ് ഡിഷുകളാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. 8 പ്ലേറ്റ് സൈഡ് ഡിഷ്, ഒരു കപ്പ് ലെമൺ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കബാബ് കൊണ്ടുവരുമ്പോൾ കാണിക്കുകയും ചെയ്യാം. ഞാൻ ലെമൺ കുടിക്കാൻ തീരുമാനിച്ചു. ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മോര് പോലെ. മോര് കലക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു മെഷീൻ തന്നെ അവിടെ ഉണ്ട്. ട്രഡീഷണൽ അടിയിലുണ്ടാക്കിയ ഒരു ജഗ് പോലുള്ള ഒരു സാധനം. അതിനകത്ത് ഇങ്ങനെ മോരിങ്ങനെ കലക്കിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ മഗ്ഗിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്തത്. ഇത്രത്തോളം പതിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കയറി കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ മൊബൈലുകൾ റീചാർജ് ചെയ്തു, ലാപ്ടോപ്പ് ചാർജ് ചെയ്തു, പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോകളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ കുറേ പണികൾ അവിടെ ഇരുന്ന് ചെയ്തു. അപ്പോൾ കുറച്ച് സമയം പോയി. അത് കഴിഞ്ഞ് കുറച്ച് എഡിറ്റുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രീറ്റ് വാക്കിന് പോവാം. അതായത് രാത്രിത്തല വാക്ക് ഒന്ന് കാണണ്ടേ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ പോയി ഉറങ്ങുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നീട് കാണുക എന്നുള്ളത്. എന്തായാലും നമ്മള് ഭക്ഷണം കാത്തിങ്ങിരിക്കുകയാണ്. ഇപ്പൊ കബാബ് കൊണ്ടുവരും പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവിടുത്തെ കബാബ് അറിയാം. എന്തായാലും ഞാൻ മീറ്റ് കബാബാണ് ഓർഡർ ചെയ്തത്. ഞാൻ കയറുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ആരും ഇല്ല കേട്ടോ. തീരെ ആള് കുറവാണ്. ഇനി ഇങ്ങനെ വരുമെങ്കിലേ ഉള്ളൂ. ഇവിടെ ഞാൻ കയറിയത്
മെട്രോയുടെ മെട്രോ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള റെസ്റ്റോറൻ്റ് ആണ് ഫിദോസ് സറായി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണോ അതോ അതിന് അവരുടെ വല്ല ഫുഡിന്റെ പേരാണോ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ദേ ഈ കാണുന്നുണ്ട് അയാൾ ആ ഭക്ഷണം കൊണ്ടുവരുന്നതിന്റെ ബാക്കിൽ ഒരു ഡ്രം കാണുന്നില്ല, ആ ഡ്രമ്മിലാണ് ഉള്ള മോര് കലക്കിയെടുത്ത് വന്നത്. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, വലിയ ക്വാണ്ടിറ്റിയാണ് കബാബ്, തീരെ ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, നല്ല കബാബ്. അതുപോലെ റൊട്ടിയുണ്ട്, ഇത് മൊത്തം തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വയറ് ഫുള്ളായിരിക്കും, പിന്നെ ഇനി വേറൊന്നും കഴിക്കേണ്ടിയും വരില്ല. എന്തായാലും ഞാൻ കബാബ് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു, മീറ്റ് കബാബ് കേട്ടോ. ഇത് പക്ഷേ ഇതെല്ലാം കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരിക്കണം, എന്നാൽ മാത്രമേ ഇതെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിക്കുക അത്ര ഈസി അല്ല പരിപാടിയല്ല. എന്തായാലും ആഹാരം കഴിച്ചു, ആഹാരമൊക്കെ നന്നായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് ആഹാരം കഴിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ഇരുട്ടാറായിരുന്നു, പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു, എൻ്റെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സ്ട്രീറ്റിൽ. പിന്നെ ഒരു രാത്രി ഒരു സ്ട്രീറ്റ് വാക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാം. ബാക്കിയുള്ള കാഴ്ചകൾ എന്തായാലും നാളെ കാണാം. അത് കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ തിരക്ക് കുറഞ്ഞു തുടങ്ങി, ഇപ്പോൾ വലുതായിട്ട് തിരക്കില്ല. സമയം 10 മണിയോട് അടുത്തായിരിക്കുന്നു രാത്രി, എന്നിട്ടും കുറച്ച് അധികം തിരക്കുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരൊക്കെ പകല് ആ, അല്ലെങ്കിൽ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുകയും ആ, ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ആയിരിക്കണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ രാത്രി 10 മണിക്ക് ശേഷവും ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അടുത്ത ദിവസം ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഡ്യൂട്ടിക്കൊന്നും പോവാതെ അവർക്ക് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ ഈ നൈറ്റ് ഷോപ്പുകൾ പിന്നെയും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ചെറിയ ചെറിയ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഉന്തുവണ്ടിയിലുള്ള ഷോപ്പുകൾ ഇവിടെയൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ രാവിലെ കണ്ട ആൾക്കാർ തന്നെ അതിനകത്തിരിക്കുന്നു. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, തുർക്കിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് വയസ്സായ വ്യക്തികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇസ്താംബുൾ സിറ്റിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബസ്സിന്റെ ഡ്രൈവർ, ആ ഉപ്പാക്ക് കുറഞ്ഞത് ഒരു, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചയിൽ ഒരു 80 വയസ്സെങ്കിലും ഉണ്ടാവും. രണ്ട് പട്ടികൾ ഇരിക്കുന്നുണ്ട്, സൂപ്പർ, ഒരു വലിയൊരു പട്ടി, അത് ചെറുതൊരെണ്ണം, അതിന്റെ കുരയില് കേട്ടിട്ടുണ്ടല്ലോ, പേടിയായിപ്പോയി. അപ്പോ നമ്മള് സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ വാക്ക് ചെയ്യാണ്, റൂമിലേക്കാണ് സത്യത്തിൽ. റൂമിന്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ കാണുന്ന ട്രോളി ഉണ്ട്, ഇതൊരു വലിയ സംഭവമാണ്. ഈ ട്രോളി ബൈക്കിന്റെ ബാക്കിൽ വെച്ച് കെട്ടി അതിനകത്ത് ലഗേജ് വെച്ച് ഓടിച്ചു പോകുന്നതുണ്ട്. ആ സീന് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ 2 3 എണ്ണം അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വന്നപ്പോൾ ആള് വേറൊരു ഏരിയയിൽ എത്തി കേട്ടോ. അതിങ്ങനെ ബൈക്കിന്റെ ബാക്കിൽ കെട്ടി വെക്കും, നിങ്ങളുടെ ഇപ്പം ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈക്ക് ടാക്സി, അതിന്റെ കൂട്ടത്തിൽ ലഗേജ് ആ ബാക്കിൽ ട്രോളിയിൽ ഇങ്ങനെ അതും അവർ കെട്ടിവെച്ച് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകും. ബൈക്ക് ടാക്സിക്ക് അത് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ, ആ ലഗേജ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ബൈക്ക് ടാക്സി ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് കണക്കാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇവര് ബൈക്ക് ടാക്സി ഉപയോഗിക്കാൻ വേണ്ടി ഈ ട്രോളി അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടെയൊക്കെ ഇപ്പോൾ രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിക്കൻ ഭയങ്കര വലിയ ചിക്കനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1500 ഗ്രാം 1400 ഗ്രാം അത്രയും ഉണ്ടാവും, വലിയ വലിയ ചിക്കനാണ്. അല്ലാതെ നമ്മൾ സൗദി അറേബ്യയിലെ കണ്ട കണക്ക് ഓരോ ദിവസവും ചിക്കന്റെ വലിപ്പം കുറഞ്ഞു 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 വരുന്നു, ആ പരിപാടിയൊന്നുമില്ല. ഇവിടെ ചിക്കന്റെ വലിപ്പം കൂടി കൂടിയാണ് വരുന്നത്. ഇവിടെ ഭക്ഷണം കുറച്ച് പൈസ കൊടുത്താൽ വയറ് വീർക്ക ആഹാരം കിട്ടും. പിന്നെ രാത്രി ജോലിക്കാരാണ് ഈ നിൽക്കുന്നവര് കേട്ടോ, അമ്മായിമാര് രാത്രി ജോലിക്കാരാ. ഒരു കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു ഇസ്ലാമിക് കൺട്രി ആയിരുന്നിട്ട് പോലും രാത്രി ജോലിക്കാരുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാം ഭക്ഷണം വിൽക്കുന്ന കടകളാണ് കൂടുതലും. പിന്നെ അല്ലാത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളും ഉണ്ട്. അവരൊക്കെ അടയ്ക്കാൻ പോവാന്നാണ് തോന്നുന്നത്, അതായത് 24 hours ആണോ എന്ന് അറിയില്ല കടകൾ. പിന്നെ ഈ കാണുന്ന ചില്ലറ സാധനങ്ങളൊക്കെ വലിച്ചു വെളിയിലിട്ടാൽ അകത്തേക്ക് പിന്നെ വെക്കുക വലിയ പണിയായിരിക്കും. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നത് ഇത് 24 hours ആണെന്ന് തോന്നുന്നു. എന്തായാലും തുർക്കിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ ഇങ്ങനെ
രാത്രി എനിക്കും ഉറങ്ങാൻ സമയമായി. നിങ്ങൾക്കും ഈ വീഡിയോ നിർത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നതാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ചധികമുണ്ട്. അപ്പോൾ കുറച്ചധികം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് അത്രയും ദിവസം ഇട്ട വീഡിയോകൾ ഞങ്ങളൊരു സമ്മറി എന്ന കണക്കിന് വീണ്ടും ഇങ്ങനെ കാണിച്ചതാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല, അത്രയ്ക്കുണ്ട്. അറൗണ്ട് 2 മണിക്കൂറോളമുള്ള വീഡിയോ ആണ്. അതിനെ ഞാനിങ്ങനെ വെട്ടി 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 എഡിറ്റ് ചെയ്താണ് ഇത്രയും ചെറിയ ഒരു വീഡിയോ ആക്കി നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഹോട്ടൽ എന്തോ പരിപാടി നടക്കാണ്, വലിയ മ്യൂസിക് നടക്കുന്നുണ്ട്. എന്തായാലും മ്യൂസിക് എനിക്ക് ഇവിടെ കേൾപ്പിക്കാൻ ഒരു നിർവാഹവുമില്ല. മ്യൂസിക് ഞാൻ കേൾപ്പിച്ചാൽ യൂട്യൂബ് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അത് കാരണം ഞാൻ ഇവിടെ മ്യൂസിക് കേൾപ്പിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വെളിയിൽ പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ അകത്തുനിന്നും അത്രയ്ക്ക് ശബ്ദം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, തുർക്കിയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടിപൊളിയാണ് തുർക്കി കാണാനും. തുർക്കിയിലെ കാലാവസ്ഥയും ഇവിടുത്തെ സാധനങ്ങളൊക്കെ വില കുറവും അതൊക്കെ ഉണ്ട്. താമസിക്കാനൊക്കെ റൂം റെന്റ് ഒക്കെ വളരെ കുറവാണ്. ഇവിടുത്തെ ആൾക്കാരും നല്ലതാണ്, ഭക്ഷണം നല്ലതാണ്. എന്നിരുന്നാലും എല്ലാം കൊണ്ട് നല്ല ഇതാണ്. കഴിവതും എല്ലാവരും കഴിവുള്ളവർ വിസിറ്റ് ചെയ്യുക. കാണാനും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇനി